ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രഹബോത്ത് പ്രയർ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ദിവ്യദാസി ഹിന്ദു സിസ്റ്റർ, മീറ്റിംഗിൽ സംബന്ധിക്കാൻ സകല ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകമായി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എൻ്റെ പേര് ജോയി പാസ്റ്റർ തിരുവല്ല എന്നാണ്. ഞാൻ മല്ലപ്പള്ളിയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു. ഭാര്യയും 3 മക്കളും ഉണ്ട്. മൂത്ത മോൾ വിവാഹിതയായി, അവരും ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നു. തുടർന്നുള്ള സമയം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് വേഗത്തിൽ ഒരു വചനം വായിക്കാം. 1 യോഹന്നാൻ ലേഖനം 1-ന്റെ 7, 8, 9 വാക്യങ്ങൾ ഞാൻ തന്നെ വായിച്ചത്. 1 യോഹന്നാൻ 1-ന്റെ 7, 8, 9 വാക്യങ്ങൾ. അവൻ വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകലവും പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകും. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവെ, അടിയങ്ങളുടെ ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം വായിച്ച വചനത്തിനായി സ്തുതിക്കുന്നു. ആ വചനത്തോട് കർത്താവ് വ്യക്തമായി സംസാരിക്കണമേ. ലുദിയാടെ ഹൃദയങ്ങളെ തുറന്ന കർത്താവ്, ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനമാണ് കർത്താവ്. ഇന്ന് പൽക്കാലം ആ ജീവനും ചൈതന്യം രാത്രികാലം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി വ്യാപരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം. പ്രാർത്ഥഘടനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ മരുയാത്രയിൽ തളർന്നിടാതെ നിലനിൽപ്പൻ കൃപയേകണേ. ഈ മരുയാത്രയിൽ തളർന്നിടാതെ നിലനിൽപ്പൻ കൃപയേകണേ. സത്യവചനത്തിൻ പരിജ്ഞാനത്താൽ അനുദിനം വളർത്തിയിടണേ. സത്യവചനത്തിൻ പരിജ്ഞാനത്താൽ അനുദിനം വളർത്തിയിടണേ. കൃപയേകണേ, കൃപയേകണേ ദേവാ. തിരുഹിതം പോ ജീവിക്കുവാൻ കൃപയേകണേ, കൃപയേകണേ ദേവാ. തിരുഹിതം പോ ജീവിക്കുവാൻ. ദൈവനാഥൻ ബൗദ്ധം ഉണ്ടാകട്ടെ. ഞാൻ തന്നെ എഴുതി ട്യൂൺ ചെയ്ത പാട്ടാണ്. ഏകദേശം 24-ൽ പരം ഗാനങ്ങൾ എഴുതുവാൻ എനിക്ക് കൃപ ചെയ്തു. ഞാനൊരു പാട്ടെഴുത്തുകാരനോ പാട്ട് ട്യൂൺ ചെയ്യുന്ന ആളൊന്നുമല്ല. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ യേശു തന്ന പുതിയൊരു കൃപയാണ് പാട്ടെഴുതുവാനും ട്യൂൺ ചെയ്യുവാനും. പ്രാരംഭമായിട്ട് എൻ്റെ ഒരു സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ സമുദായങ്ങളിലെ കൃത്യമായി ആരാധനയ്ക്ക് പോവുകയും പാടുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം തലമുറയില്ലാതെ ഭാരപ്പെട്ടു. ഹോസ്പിറ്റലിൽ ഞാനും വൈഫും കൂടെ പോയി ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ മറ്റ് ശാരീരികമായ പ്രയാസങ്ങൾ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറയാനിടയായി തീർന്നു. എന്നാൽ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ഒരു ഭാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതൊരു നിന്ദയാണല്ലോ, പരിഹാസമാണല്ലോ, അപമാനമാണല്ലോ. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിച്ചില്ല. അന്നും നമുക്ക് ബന്ധക്കോസോ പ്രാർത്ഥനയോ ഒന്നും വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല, അങ്ങനെ പോയിട്ടുമില്ല. അതുകൊണ്ട് ഈ മനസ്സിൽ ഈ വേദന ഉള്ളത് കൊണ്ട് ഞാനും വൈഫും കൂടെ ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് ചെങ്ങന്നൂർ ഒരു ദൈവദാസൻ അടുക്കൽ പോയി ഞങ്ങളുടെ ഈ വിഷയങ്ങൾ പറയുവാനിടയായി തീർന്നു. കുഞ്ഞുങ്ങളില്ലാത്ത കാര്യങ്ങൾ പറയാനിടയായി തീർന്നു. അപ്പൊ അത് ആ ദേവദാസൻ ഞങ്ങൾ പറഞ്ഞ പദം ഇങ്ങനെയാണ്: ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പെട്ടെന്ന്
നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടും പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തലമുറ അധികം തരുമെന്ന് പറഞ്ഞു. ആ ദേവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പദം കേൾക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിങ്ങൾ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ തലമുറയെ തരുമെന്നുള്ള പദം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കാര്യം ദൈവം തരികയാണെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ദൈവസ്ഥലിൽ വരുമെന്ന് ഞാൻ ദേവദാസന് പറയുവാനായിട്ട്. ആ ദേവദാസന് പറഞ്ഞു, നിങ്ങൾ കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു 3 മാസം കഴിഞ്ഞ് പോയാൽ മതി, എന്റെ ഉറപ്പിന് വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഭവനത്തിലേക്ക് പോകുന്നു. നമ്മളൊന്ന് രക്ഷിക്കപ്പെടാനോ സ്നാനപ്പെടാനോ വിശ്വാസിയായി ജീവിക്കുവാനോ പാസ്സാകാനോ അതൊന്നിനുമല്ല നമ്മൾ പോയത്. നമുക്കൊരു കാര്യം നേടണം, അതിന് മാത്രമേ. എന്നാൽ പ്രാർത്ഥിച്ച് വീട്ടിൽ വന്നപ്പോൾ അന്ന് രാത്രികാലം ദൈവം എന്നോട് സംസാരിച്ചു. അങ്ങനെ ഒരു ദൈവിക ബന്ധമോ ഇല്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ. വചനം വായിക്കുമോ അങ്ങനൊരു ബന്ധമില്ലാത്ത വ്യക്തിയായിരുന്നു. അന്ന് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്നപ്പോൾ അന്ന് രാത്രികാലം എൻ്റെ പാപത്തിന്റെ കുറ്റങ്ങളെല്ലാം ദൈവം എന്നെ ഓർമ്മപ്പെടുത്തി. ഞാനൊരു പാപിയായി ഞാൻ പൂർണ്ണമായി സമ്മതിച്ചു. അല്ലെങ്കിൽ നിന്റെ പാപം എത്ര കടുചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാന്നുള്ള ദൈവത്തിന്റെ വചനമൊക്കെ ഓർമ്മ വന്നു. അന്ന് രാത്രികാലം എന്റെ ജനനം മുതലുള്ള എല്ലാ പാപങ്ങളെയും കുറ്റങ്ങളെയും എല്ലാം എന്നോട് ആരും പറഞ്ഞിട്ടല്ല, അന്ന് രാത്രികാലം എന്റെ കുറവുകളെയും പാപങ്ങളെയും കുറ്റങ്ങളെല്ലാം ഞാൻ ദൈവസ്ഥലിൽ ഏറ്റുപറഞ്ഞ് ഞാൻ ഉപേക്ഷിച്ചു. അന്ന് രാത്രിയില് എന്റെ നാവിൽ കടത്ത ഒരു പുതിയ ഗാനങ്ങൾ തന്നു. അത് എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. അന്ന് രാത്രി മുതൽ പല ഗാനങ്ങള് എനിക്ക് എഴുതുവാനായിട്ട് ദൈവം കൃപ തന്നു. എന്റെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഒരുപാട് ഗാനങ്ങൾ എഴുതാൻ ഇടയായി തരുന്നു. ജീവിതത്തിൽ പലപ്പോഴും ഭാരങ്ങളും ഘട്ടങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ദൈവം എനിക്ക് ഗാനങ്ങളാണ് തരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ചുരുക്കത്തിൽ പറഞ്ഞാൽ അന്ന് എന്റെ പാപത്തിന്റെ കുറ്റങ്ങൾ ദൈവം എനിക്ക് ക്ഷമിച്ചു തന്നു. ഞാനൊരു പുതിയ മകനായി തീരുവാനിടയായി തരുന്നു. സ്തോത്രം. എന്റെ രാത്രികളിൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്ലെങ്കിൽ നാം ദൈവസേനയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വെച്ചുകൊണ്ട് കടന്നു വന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഏത് വിഷയം പ്രാർത്ഥിച്ചാലും അതിനൊരു വിടുതൽ ഉണ്ടാകത്തില്ല. നമ്മുടെ പാപങ്ങളെ നമ്മൾ ദൈവത്തോട് ഏറ്റു പറയണം. എങ്കിൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ ക്ഷമയുണ്ടാകത്തുള്ളൂ. അപ്പൊ യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. നാം പറയാതെ മിണ്ടാതെ ഇരുന്നാൽ അല്ലല്ല നമ്മുടെ പാപങ്ങൾക്ക് മോചനം ഉണ്ടാകത്തില്ല. കാരണം അല്ലല്ല നമ്മൾ റോമാലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. ആദ്യ പിതാവായ ആദാമും ഹവ്വായും പാപം ചെയ്തു. അത് നിമിത്തം പാപം ഇങ്ങനെ കിടക്കുകയാണ്. ഏകമനുഷ്യനായ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യരിൽ പരന്നിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞ കൽപ്പന ലംഘനമാണ് പാപം. സ്തോത്രം. അതുകൊണ്ട് ആ പാപം ഇങ്ങനെ കിടക്കുകയാണ്. ഈ പാപത്തിന് മോചനം ഉണ്ടാകണമെങ്കിൽ നാം യേശുവിനെ ഹൃദയമായി വിശ്വസിക്കണം. നാം യേശുവിനെ അംഗീകരിക്കണം. കർത്താവായ യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചത്, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എന്റെ പേർക്ക് ഹല്ലേലൂയ വേദനകൾ സഹിച്ചു എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമ്മൾ വാഗോണ്ട് ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിക്കത്തുള്ളൂ. സഹോദരം, അല്ലെങ്കിൽ ഒരിക്കലും പാപത്തിന്റെ കുറ്റം ക്ഷമിക്കത്തില്ല. പിന്നെ ഇവ റോമാലേഖനം 6:23 ഇത് പറയുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ്, എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുവിൽ നിത്യജീവൻ തന്നെ. നമുക്കൊരു നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ, പാപങ്ങൾ നമ്മൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ യേശുവിനെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അന്ന് എന്റെ പാപങ്ങൾ ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഇതിനൊന്നും പോയതല്ല, ഒരു വിടുതലിന് വേണ്ടി മാത്രം പോയതാ. പക്ഷെ എന്നോട് ദൈവം സംസാരിച്ചു. അതുകൊണ്ട് ദൈവദാസൻ പറഞ്ഞ പോലെ എനിക്കൊരു തലമുറയെ ദൈവം തന്നു. ഒന്നല്ല, എനിക്ക് 3 തലമുറയെ ദൈവം തന്നു. സ്തോത്രം. ഞാൻ ആ വചനത്തെ അംഗീകരിച്ചപ്പോൾ, ദൈവത്തിൽ കീഴ്പ്പെട്ടപ്പോൾ എനിക്ക് തലമുറയെ തന്നു. അത് മാത്രമല്ല, ഞാൻ ഈ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചപ്പോൾ ഹല്ലേലൂയ എനിക്ക് മക്കളുടെ മക്കളെ വരെ കാണാൻ തന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഇന്ന് ഞാനൊരു ഭാഷയെ ഒരിക്കലും ഒരു ഭാഷ ഞാൻ ആഗ്രഹിച്ചതല്ല. ഞാനൊരു ഭാഷകാരൊക്കെ അത് ദൈവത്തിന് ഹിതമായിരുന്നു. അതായത് നമ്മള് ഉദരത്തിൽ ഉരുവാകുമ്പോഴേ നമ്മളെ ആരും ദൈവമാണ്. നമ്മളെ നാളെ എങ്ങനായി തീരണം, ഏതായി തീരണം ദൈവമാണ് അറിയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മൾ ഈ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഏത് പാപങ്ങളെ ക്ഷമിക്കും. പലതിന്റെ തടസ്സം പാപമാണ്. എന്നെങ്കിൽ ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ബന്ധുക്കളിലോ ആർക്കെങ്കിലും ഇന്ന് രാത്രികാലം തലമുറയെ ഭാരപ്പെടുന്നുവെങ്കിൽ, ഒരുപക്ഷെ മെഡിസിനും പറയട്ടെ, നോ എന്ന് പറയട്ടെ,
ഇല്ല, ദൈവം പ്രവർത്തിക്കും. അസാധ്യമായ ഒരു കാര്യം ദൈവം മുൻപാകെയില്ല. നമ്മൾ സങ്കീർത്തനം 113 അവസാനം വായിക്കുമ്പോൾ അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ മാതാവാക്കി പറയും. അപ്പൊ മച്ചിയെ പോലും വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ മാതാവാക്കി. അപ്പൊ അത് ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഇത് രാത്രികാലം അല്ലെങ്കിൽ അങ്ങനെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നു കരയണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയുക, പ്രാർത്ഥിക്കുക, കർത്താവേ ഞാനൊരു പാപിയായ വ്യക്തിയാണ്, എന്റെ കുറവുകളെ ദൈവം ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുറവുകളെ പാപങ്ങളെ ക്ഷമിക്കും. നിശ്ചയമാണ് നിങ്ങൾക്ക് തലമുറയെ തിരിവ് തന്നെ ചെയ്യും. ഞാൻ അനുഭവത്തിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ ഒരു അവസരം ഉണ്ടെങ്കിൽ എന്ന് രാത്രിക്കാലം ഒരു ദൈവീയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാകുന്ന ശബ്ദമാണ്. ഈ വചനത്തിന് ശക്തിയുണ്ട്, പവറുണ്ട്. അത് പ്രവർത്തിക്കാതെ ഒരിക്കലും തിരിച്ചു വരത്തില്ല. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പല രോഗങ്ങൾക്ക് പോലും പാപമാണ് കാരണം കേട്ടോ. പല രോഗങ്ങൾക്ക് പോലും നമ്മളെ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശുവിന്റെ അടുക്കെ ഒരു വ്യക്തി ഇറക്കി കൊണ്ടിരുന്നുണ്ട്. 4 ആൾ ചുമന്ന ഒരു പക്ഷപാത രോഗിയെ യേശുവിന്റെ അടുക്കൽ ഇറക്കിക്കൊണ്ട് വരുന്നു. ആ വീടിന്റെ മേൽക്കൂരൊക്കെ പൊളിച്ച് ഇറക്കിക്കൊണ്ട് വരിക. സ്തോത്രം. ഇപ്പൊ നോക്കി അവരെന്ത് കഷ്ടപ്പെടുന്ന അറിയാമോ? 4 പേര് ഒരുപോലെ ഈ പക്ഷപാത രോഗിയെ യേശു അടുക്കിലേക്ക് ഇറക്കി വെക്കുക. ഇവരുടെ പ്രവൃത്തിയെല്ലാം കർത്താവായ യേശു വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുക. ആ വ്യക്തി ഇറക്കി വെച്ചപ്പോ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, മകനെ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം കണ്ടിട്ട്, ആരെയാണ്? ഈ 4 പേരുടെ വിശ്വാസം കണ്ട്, മകനെ നിന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നിരിക്കുന്നു. അവർക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഈ രോഗിയെ യേശു അടുക്കൽ കൊണ്ടുവന്നാൽ യേശു സൗഖ്യമാക്കൂ എന്നവർക്ക് വിശ്വാസമുണ്ട്. പക്ഷെ യേശു പറഞ്ഞ ഇങ്ങനെയാണ്, മകനെ നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഈ രോഗിയായി കിടക്കുവാൻ തക്കവണ്ണം അവന്റെ പാപമാണ് സ്തോത്രം അവൻ രോഗിയായി തീരാൻ കാരണം. അപ്പം യേശുവിന്റെ രക്തം സകല പാവം പോക്കി ശുദ്ധീകരിക്കുന്നു അല്ലേ? അപ്പൊ യേശുവിടെ പറഞ്ഞിരിക്കുന്ന, മകനെ എഴുന്നേറ്റ് നിന്റെ കിടക്കെടുക്ക നടക്കാൻ വേണ്ടി പറയുന്നു. അവിടെ പല ശാസ്ത്രിമാരുണ്ടായിരുന്നു. ഇവൻ ഇങ്ങനെ പറയാൻ ആരാണെന്ന് ഹൃദയത്തിൽ പറഞ്ഞു. എങ്കിലും യേശു പറയുന്നുണ്ട്, നിന്റെ അല്ലെങ്കിൽ മകനെ നിന്റെ പാപങ്ങളിൽ മോചിച്ചിരിക്കുന്നു പറയുന്നതാണ് എളുപ്പം, അഥവാ നിന്റെ കിടക്കേട് നടക്കുന്ന ഏതാണ് എളുപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഭൂമിയിൽ മനുഷ്യപുത്രന്റെ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ടെന്ന് കഴിയേണ്ടതിന് എഴുന്നേറ്റ് കിടക്കെടുക്കാന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ വാക്ക് അംഗീകരിച്ചപ്പോൾ കേട്ടപ്പോൾ നോക്കി ആ പക്ഷപാത രോഗി എഴുന്നേറ്റ് നടന്നു എന്ന് വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി വർഷങ്ങളായിട്ട് രോഗക്കിടക്കൽ കാരണം, രോഗിയായി തീരാൻ കാരണം അവന്റെ പാപമാണ്. സ്തോത്രം. പല രോഗത്തിന്റെയും പുറകിൽ പാപമാണ് കാരണം. സ്തോത്രം. അത് കർത്താവായ യേശു ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പാപത്തിന് അല്ലെങ്കിൽ മോചനം ഉണ്ടാകത്തുള്ളൂ, നമുക്ക് സൗഖ്യമാകത്തുള്ളൂ. ഇതുപോലെ തന്നെ നമുക്കറിയാം 38 സംവത്സരമായി കുളക്കര കിടന്ന രോഗിയെ, അല്ലെങ്കിൽ അവൻ 38 വർഷക്കാലമായി അവന് രോഗസൗഖ്യത്തിന് വേണ്ടി കിടക്കുകയാണ്. നമുക്കറിയാം ദൂതൻ കുളം കലക്കുമ്പോൾ അനേക രോഗികൾ അല്ലെങ്കിൽ അവിടെ ചാടി സൗഖ്യം പ്രാപിക്കുന്നു. അത് അദ്ദേഹം കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇദ്ദേഹം ചെല്ലുമ്പോൾ അതിന് മുന്നേയായിട്ട് പലരും ചാടി സൗഖ്യം പ്രാപിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് എങ്കിലും അദ്ദേഹം 38 വർഷക്കാലമായി അല്ലെങ്കിൽ അവിടെ കിടക്കുകയാണ്. ഒരു പക്ഷെ തന്റെ ശരീരം അനുവദിക്കുന്നില്ല. തന്നെക്കാളും സാമർത്ഥ്യമുള്ളവരും മിടുക്കുള്ളവരൊക്കെ നേരത്തെ ചാടി ഒരു സൗഖ്യം പ്രാപിക്കുകയാണ്. എന്നാൽ തന്റെ ഈ കിടപ്പ് മനസ്സിലാക്കിയിട്ട് യേശു അവിടെ അടുക്കിലേക്ക് വരികയാണ്. ഒറ്റ ചോദ്യമായി ചോദിക്കുന്നത്, 38 വർഷമായി കിടക്കുന്നു എന്ന് യേശു മനസ്സിലായിട്ട് ചോദിക്കുകയാണ്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ശരിയാണ്, അവന്റെ ശരീരം അനുവദിക്കുന്നില്ല, അവിടെ എഴുന്നേൽക്കുവാനോ നടക്കുവാനോ കഴിയുന്നില്ല. അവനെക്കാളും മുൻപ് സാമർത്ഥ്യമുള്ളവരൊക്കെ ചാടി ഇറങ്ങി സൗഖ്യം പ്രാപിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോ ആ അവസ്ഥയിൽ ചുരുക്കം പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് പോലും കഴിയാത്തൊരു കാര്യം അവനെ കൊണ്ട് സാധ്യമാകത്തില്ല. അതുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് യേശുനാഥൻ കടന്നു വരികയാണ്. യേശു ചോദിക്കുകയാണ്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? സ്തോത്രം. നോക്കി, അപ്പൊ യേശു ഒരു വ്യക്തിയെ സൗഖ്യമാക്കാൻ പല ഉപാധികളുണ്ട്. സ്തോത്രം. നീ അവിടെ ചാടി നീ സൗഖ്യം പ്രാപിക്കണ്ട, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. സ്തോത്രം. എന്നിട്ട് യേശു അദ്ദേഹത്തോട് പറയുന്ന ഇങ്ങനെയാണ്, എഴുന്നേറ്റ് കിടക്കെടുക്കാൻ നടക്കാൻ വേണ്ടി പറയാം. അപ്പൊ യേശുവിന്റെ വചനം കേട്ടപ്പോൾ ഹല്ലേലൂയ അവൻ എഴുന്നേറ്റ് നടന്നു എന്ന് വായിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് രാത്രികാല ദൈവമക്കളെ യേശുവിന്റെ വാക്കിനും വചനത്തിനും ശക്തിയും
എത്ര പഴകിയ രോഗമാണെങ്കിൽ പോലും ശരി, ഇത് ഡോക്ടർ നടക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയമായിക്കോട്ടെ, എന്ന് രാത്രികാലം നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിന്റെ വചനത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ, നമ്മളെ സൗഖ്യമാക്കുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്. 38 വർഷമായി ഇരുന്നിട്ടില്ല, നടന്നിട്ടില്ല, ഓടിയിട്ടില്ല. പക്ഷെ യേശുവിന്റെ വചനം കേട്ടപ്പോൾ, യേശുവിനെ അംഗീകരിച്ചപ്പോൾ നടക്കാത്തവൻ നടന്നു, എടുക്കാത്തവൻ എടുത്തു. അതിന് കാരണം കർത്താവായ യേശുവാ കേട്ടോ. അങ്ങനെയാണ് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ, ഇന്ന് വരെ ഈ വചനം കേൾക്കുമ്പോൾ നടക്കാത്ത, നമ്മുടെ ജനനം മുതൽ ഇന്ന് വരെ നടക്കാത്ത ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ, നിങ്ങൾ യേശുവോട് പ്രാർത്ഥിയില്ലേ, കർത്താവേ എന്നെ കൊണ്ട് അസാധ്യമാണ് കർത്താവേ, എന്നാൽ എന്നാൽ സാധ്യമെന്ന് വിശ്വസിക്കണം. അങ്ങനെ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ നടക്കാത്ത കാര്യങ്ങളെ സാധ്യമാക്കുന്ന നമ്മുടെ കർത്താവായ യേശു. അങ്ങനെയാണെങ്കിൽ ആ 38 വർഷക്കാലമായി ആ കുടുക്കര കിടന്ന രോഗിയെ യേശു സൗഖ്യമായി. പിന്നീട് ഈ രോഗിയെ കർത്താവ് കണ്ടപ്പോൾ പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അതുകൊണ്ട് നീ ഇനിയും പാപം ചെയ്യരുതേ. കണ്ടോ, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായി ഭവിക്കാതിരിക്കാൻ നീ ഇനിയും പാപം ചെയ്തേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവനും ഈ രോഗം വരുവാൻ കാരണം പാപമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പലപ്പോഴും പലതിന്റെയും പുറകിൽ വ്യാപരിക്കുന്നത് പാപമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പല രോഗികളും രോഗിയായി തീർന്ന് കണ്ടുപിടിക്കുന്നില്ല. സ്തോത്രം. നമ്മൾ ഏതെല്ലാം ടെസ്റ്റുകൾ ചെയ്താലും, ECG, എക്സ്റേ, മറ്റെല്ലാം ടെസ്റ്റുകൾ ചെയ്താലും അതൊരിക്കലും വെളിപ്പെട്ട് വരത്തില്ല. നമുക്കറിയാമല്ലോ, 18 വർഷക്കാലമായ കൂനിയായ സ്ത്രീ, നമുക്കറിയാം 18 വർഷമായി ഒരു കൂനിയായ സ്ത്രീയാ. സ്തോത്രം. ഒരിക്കൽ ശബത്തില് കർത്താവ് അടുക്കൽ അവരെ വിളിച്ചിട്ട്, മകളേ, നിന്റെ രോഗത്തിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ വചനത്തിൽ വായിക്കുന്നു. കാരണം അവളെ അവിടെ താഴോട്ട് വായിക്കുമ്പോൾ ലൂക്കോസ് വിശേഷം 13-ാം അധ്യായം നമ്മൾ 10 താഴോട്ട് വായിക്കുക ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, 18 വർഷക്കാലമായി സാത്താൻ അവളെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ യേശു അടുക്കൽ വിളിച്ചിട്ട്, മകളേ, നിന്റെ രോഗത്തിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നോക്കി അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ചില രോഗത്തിന്റെ പുറകിൽ കാതിരിക്കുന്നത് ചില പൈശാചികമായ ശക്തികളാണ്. സ്തോത്രം. അപ്പൊ യേശു അടുക്കൽ വിളിച്ചു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് സൗഖ്യമായി. അപ്പൊ പലതിന്റെയും പുറകിൽ വ്യാപരിക്കുന്നത് ഒരുപക്ഷെ പാപമായിരിക്കാം, രോഗമായിരിക്കാം. പിന്നെ നമ്മൾ അതിൽ കുറിച്ച് പറയട്ടെ, അവന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു വ്യക്തി ജന്മനായ കുണ്ടനായ വ്യക്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാര് യേശുവോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ചോദിക്കുന്നു, കർത്താവേ, ഇവൻ ഇങ്ങനെ പിറക്കാൻ കാരണം, ഇവനെ കുരുടനായി പിറക്കാൻ കാരണം ഇവനാണോ, എന്റെ അമ്മ അപ്പന്മാരെ പാപം ചെയ്തിട്ടാണോ എന്നും യേശുവോട് ചോദിക്കുകയാണ്. സ്തോത്രം. അപ്പം യേശു ഇങ്ങനെ പറയുന്നുണ്ട്, ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ഇവനിലൂടെ ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ്. അല്ലേ? ഇപ്പൊ ശിഷ്യന്മാർക്ക് ഒരു സംശയം, ഇവൻ ഇങ്ങനെ പിറക്കാനായിട്ട് കാരണം എന്താണ്? അവരുടെ സംശയമാണ്. ഈ സംശയം യേശുവോട് ചോദിച്ചു. ഇന്ന് രാത്രികാലം ഒരുപക്ഷെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ കാണുമായിരിക്കാം. നമ്മുടെ സംശയങ്ങളെല്ലാം ഇന്ന് രാത്രി യേശുവോട് ചോദിക്കട്ടോ. ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് കർത്താവ് എങ്ങനെ ജനിക്കാൻ കാരണം? യേശു പറഞ്ഞു, ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ഇവനിലൂടെ ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, കർത്താവ് അവിടെ തുപ്പി ചേറുണ്ടാക്കി, അല്ലെങ്കിൽ സ്തോത്രം, അവന്റെ കണ്ണിൽ പൂശി, നീ പോയി ശീലോം കുളത്തിൽ പോയി കഴുകാൻ വേണ്ടി പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അവൻ യേശു പറഞ്ഞ കാര്യം വാക്ക് അനുസരിച്ചിട്ട് അവൻ ശീലാംകുളത്തിൽ പോയി കഴുകുകയാണ്. ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ വളരെ ദൂരത്തായിരുന്നെങ്കിൽ പോലും ഞാനിവിടെ പറയുന്ന ദൈവത്തിന്റെ വചനം നമ്മൾ അംഗീകരിച്ചാൽ, നമ്മൾ ഏറ്റെടുത്താൽ, നമ്മൾ വിശ്വസിച്ചാൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ആ യേശു പറഞ്ഞ പോലെ തന്നെ അനുസരിച്ച് അദ്ദേഹം ഹല്ലേലൂയ ശീലോം കുളത്തിൽ പോയി കഴുകി. നമുക്കറിയാം, തുടനായി പിറന്ന ഒരു വ്യക്തിക്ക് അവന്റെ കണ്ണിൽ ചേറ് പൂശുമ്പോൾ ഉള്ള കാഴ്ചയോടെ പോവുക. നമുക്കറിയാം, നമ്മൾ കണ്ണടച്ചിരുന്നാൽ ഒരു വെട്ടം കാണുന്നുണ്ട്, എന്നാൽ ചേറുടെ പൂശ ഉള്ള വെളിച്ചോടെ പോകും, അല്ലേ? പക്ഷേ ശരിയാണ്. എങ്കിലും അവൻ യേശുവിനെ വിശ്വസിച്ചു, അംഗീകരിച്ചു. യേശു പറഞ്ഞ പോലെ ആ ശീലോം കുളത്തിൽ പോയി കഴുകിയപ്പോൾ നോക്കി അവൻ കാഴ്ച പ്രാപിച്ച് മടങ്ങി വന്നെന്ന് വായിക്കുന്നു. അങ്ങനെയാണ് അവനിലൂടെ ദൈവനാമം മഹത്വപ്പെടുകയായിരുന്നു. അതുകൊണ്ട് ചിലതിന്റെ പുറകിലൊക്കെ അല്ലെങ്കിൽ നമ്മളിലൂടെ ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയാ. സ്തോത്രപ്പെടുക. ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാനൊരു ഭാവിയായ വ്യക്തിയായിരുന്നു,
അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടാനോ സ്നാനപ്പെടാനോ ഭാഷാൻ പോയതൊന്നും അല്ല. എനിക്കൊരു കാര്യം നേടാൻ വേണ്ടിയായിരുന്നു ഞാൻ പോയത്. എന്നാല് മറിച്ച് എന്നെ കുറിച്ച് നീ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ ഞാൻ ഇനി അറിഞ്ഞു എന്ന് പറഞ്ഞത് തന്നെ യേശുവിന്റെ പാപത്തിന്റെ കുറ്റങ്ങൾ ക്ഷമിച്ചു, എന്റെ നിന്ദ മാറ്റി, എന്റെ പരിഹാസം മാറ്റി, എനിക്ക് തലമുറയിൽ തന്നു, എനിക്ക് കൊച്ചുമക്കളെ തന്നു എന്നെനിക്ക് വചനം പ്രസംഗിക്കാൻ കർത്താവ് ഇടയാക്കി തന്നു. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പാഴും ശൂന്യമായിരുന്ന ഇടങ്ങളില് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായ പോലെ ഇന്ന് രാത്രികാലം ദൈവജനമേ നമ്മുടെ ജീവിതത്തിൽ പാഴും ശൂന്യമായിരിക്കുന്ന അവസ്ഥയാണോ? ഹല്ലേലൂയ. ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഭാരങ്ങളോ വേദനയോ നിരാശയോ ആയിരിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പരിപൂർണമായി നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ നിങ്ങൾ അംഗീകരിക്കുക. ഹല്ലേലൂയ. യേശു നിങ്ങളെ വിടിവിക്കുന്ന ദൈവമാണ് കേട്ടോ. അല്ല നിങ്ങളൊരു ഭാവിയാണോ? കർത്താവേ എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ ദൈവം നിശ്ചയമാണ് നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കട്ടു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് വിടുതലുണ്ട്. അയ്യോ എനിക്ക് വിടുതൽ ഞാൻ ചിന്തിക്കരുത്. അല്ലെങ്കിൽ ഏത് അസാധ്യമായ കാര്യമാണെങ്കിൽ പോലും വചനം പറയുന്ന സകലവും സാധ്യവും കേട്ടോ. അസാധ്യമായ ഒരു കാര്യം നമ്മുടെ യേശുവിന് മുൻപാകെ ഇല്ല. സകലവും സാധ്യമെന്ന് വായിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് രാത്രികാലം നമ്മൾ യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ അംഗീകരിക്കുക. ഹല്ലേലൂയ. നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളോ ദുഃഖങ്ങളോ ഭാരങ്ങളോ വേദനയോ കടഭാരങ്ങളോ ഞെരുക്കങ്ങളോ ബുദ്ധിമുട്ടോ എന്തുമായിക്കോട്ടെ സകലവും സാധ്യം. അസാധ്യമായ ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിശ്വാസം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇതുപോലെ ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ട് പോയി. 6 മാസക്കാലമായി ആ സഹോദരി രോഗിയായി കിടക്കുകയാണ്. ഹല്ലേലൂയ. പല ഡോക്ടർമാരെ കാണിച്ചു, പല ടെസ്റ്റുകൾ ചെയ്തു, പക്ഷെ അവർക്ക് ശരീരത്തിന് സുഖമില്ല. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ECG സ്കാനിങ് MRI എല്ലാം ചെയ്തു, അവർക്കൊരു സൗഖ്യമില്ല. സ്തോത്രം. അവസാനം ഹല്ലേലൂയ അവരൊരു സമുദായത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഞാൻ പാസ്സായതുകൊണ്ട് എന്നെ ഒരു വ്യക്തി വിളിച്ചു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുചെന്നു. സ്തോത്രം. അവിടെ ചെന്ന് ഞാൻ യേശുവിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു. സഹോദരി, നിനക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്, നിന്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് യേശു വന്നത്, നിനക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചത് അടക്കപ്പെട്ടെന്ന് സത്യവചനം പറഞ്ഞു. അല്ലെങ്കിൽ നീ യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ, ഈ വചനത്തെ അംഗീകരിക്കുകയാണെങ്കിൽ നിനക്കൊരു വിടുതലുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. എന്തായാലും വേണ്ടില്ല ആ സഹോദരി ഞാൻ പറഞ്ഞ വചനത്തെ അംഗീകരിച്ചു, ഏറ്റെടുത്തു, വിശ്വസിച്ചു. ഹല്ലേലൂയ. അന്ന് രാത്രികാല ഹല്ലേലൂയ എളിയവൻ പ്രാർത്ഥനയുടെയായി തീർന്നു. 6 മാസക്കാലമായി ഒരുപാട് സമ്പത്ത് ചെലവാക്കിയതാണ്. ഹല്ലേലൂയ. ഒരുപാട് മരുന്നുകൾ ചെയ്തതാണ്, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തതാണ്, പക്ഷെ സൗഖ്യമുണ്ടായില്ല. അന്ന് രാത്രികാലം ഹല്ലേലൂയ എളിയവൻ പ്രാർത്ഥിച്ചപ്പോൾ, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് രാത്രികാലം ആ സഹോദരിക്ക് ഒരു പൂർണ്ണമായ സൗഖ്യം ലഭിക്കാനിടയായി തീർന്നു. അങ്ങനെയാണ് ഹല്ലേലൂയ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഭാരങ്ങളോ രോഗങ്ങളോ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കും. അതുകൊണ്ട് രാത്രികളിൽ ഒരു നിമിഷം കൂടെ നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കും. ഒരു നിമിഷം കൂടെ കണ്ണ് നടച്ചാണ്ട് ഹല്ലേലൂയ. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യ പ്രാണനാഥൻ എന്തൊക്കായി ചാകുന്നു, പ്രാണനാഥൻ പ്രാണനാഥൻ ചാകുന്നു. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചാട്ടെ. അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് വേദന ആയിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, ഭാരങ്ങളായിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ, തലമുറയുടെ വിഷയമായിക്കോട്ടെ, കുടുംബത്തിന്റെ വിഷയമായിക്കോട്ടെ, സഭയുടെ വിഷയമായിക്കോട്ടെ, എന്ത് വിഷയമായിക്കോട്ടെ, രാത്രി കാലം അല്ലെങ്കിൽ നമ്മളെ വിടുവിക്കുന്ന യേശുവിലേക്ക് നമുക്ക് നോക്കാം.
കർത്താവേ, എന്റെ ദൈവത്തിൽ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, ബലഹീന വശമുണ്ട്. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി താണഭൂമിയിലേക്ക് വന്ന ദൈവമാണ്, എനിക്ക് വേണ്ടി മരിച്ച ദൈവമാണ്, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട ദൈവമാണ്, എനിക്ക് വേണ്ടി ഉയർത്തേണ്ട ദൈവമാണ്, എനിക്ക് വേണ്ടി പക്ഷപാതി ദൈവമാണ്. കർത്താവേ, എന്നെ ഇന്ന് രാത്രി കാലം വിടുവിക്കണമേ. നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഇന്നലെ രാത്രിക്കായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ദൂരം കൊണ്ട് പലയിടങ്ങളിലാണെങ്കിൽ പോലും ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. 2 or 3 പേർ ദൈവനാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് രാത്രികാലം ദൈവം ഞങ്ങളുടെ നടുവിലുള്ള കുറവയ്ക്ക് ആസ്വദിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രയർ മീറ്റിനെ അനുഗ്രഹിക്കണമേ, പ്രിയ ദേവദാസെ അനുഗ്രഹിക്കണമേ, കൂടുതൽ ജനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം കേട്ട ദൈവത്തിന്റെ വചനം കർത്താവേ, ഹൃദയങ്ങളിൽ ആഴമായി